ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തായ സഞ്ജുവിൻ്റെ വീട്ടിലാണ്. ഞാനിതിന് മുന്നേ ഈ തെങ്ങിന് ചെല്ലിക്കുള്ള മരുന്ന് ചെയ്തിരുന്നു. ആ ചെല്ലിയുടെ എല്ലാം പ്രശ്നം മാറിയിട്ട് അപ്പോൾ അതിൽ തന്നെ വളർത്താനുള്ള ചില മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പെസ്റ്റോകിറ്റ് 10 ml, നീമൻ ബി 10 ml എന്നിവ നൽകിയ അതിനുള്ള വ്യത്യാസം ഇതിന് കാണാനുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ പ്ലാവ് 2 ആഴ്ച മുന്നേ ഞാൻ വാങ്ങി നട്ട പ്ലാവാണ്. ഇതിന് അടിവളമായിട്ട് നമ്മൾ അടിവളം നൽകിയ ശേഷം നമ്മുടെ സൂക്ഷ്മമൂലകങ്ങളടങ്ങിയ പ്രീമിയവും അതുപോലെ തന്നെ നമ്മുടെ ഭൂമി പവർ, റൂട്ട് ഗാർഡ് എന്നിവ നൽകി നട്ടിരിക്കുന്ന പ്ലാവാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന് പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളതിനെ വളർത്താനുള്ള നൈട്രോക്കിങ്, ഗ്രോ എന്നിവ നൽകിയിട്ടുണ്ട്. നമ്മൾ ഏത് ഫലവൃക്ഷമായാലും തെങ്ങായാലും എന്തിനായാലും തന്നെ നമ്മൾ വളം നൽകിയ ശേഷം ഇതുപോലെ പൊതയിട്ട് നൽകേണ്ടതാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകാതെ നല്ല രീതിയിൽ അതിനെ മണ്ണിൽ നിന്ന് വളത്തെ വിഘടിപ്പിച്ച് വലിച്ചെടുക്കാൻ സഹായിക്കുകയുള്ളൂ. അതിൻ്റെ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകാതെ നല്ല രീതിയിൽ അതിന് ഫലം കിട്ടുന്നതിനായിട്ട് നമ്മളിതുപോലെ ഉണങ്ങിയ കരിയില കൊണ്ട് പൊതിയിടേണ്ടതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഭൂമി പവർ ഒരു 4 കുഴികളിലായിട്ട് 200 ഗ്രാം ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നൈട്രോക്കിങ്, ഗ്രോ എന്നിവ കലക്കി ഒഴിച്ചിട്ട് നമ്മളതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പൊതിയിട്ടാക്കുകയാണ്. നമ്മളിത് വളർച്ചയെത്തിയ തെങ്ങാണെങ്കിൽ, കായ്ക്കാറായ തെങ്ങാണെങ്കിൽ നമ്മൾ നൈട്രോക്കിങ്ങിനും ഗ്രോയ്ക്ക് പകരം നമ്മൾ നൈട്രോക്കിങ്ങും ബ്ലൂമും ഒരു 50 ml ആണ് നൽകേണ്ടത്. ഇപ്പം നമുക്ക് വളർച്ചയെത്താത്ത തെങ്ങായതിൻ്റെ വളർച്ച എത്തിക്കാൻ നമുക്ക് തേങ്ങ പിടിക്കുന്ന പരുവത്തിലേക്ക് ഈ തെങ്ങിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നൈട്രോക്കിങ്ങും ഗ്രോയുമാണ്. അതുപോലെ തന്നെ ഈ പ്ലാവിനും അതുപോലെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന് നമുക്ക് നേരത്തെ നമ്മൾ പ്രീമിയവും നൽകിയിട്ടുണ്ട്. പ്രീമിയവും ഭൂമി പവറും ഇതുപോലെ തന്നെ നേരത്തെ 1 മാസം മുന്നേ നമ്മൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടാമത് ഇപ്പോൾ 1 പ്രാവശ്യം കൂടി നമ്മളിത് നൽകിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം നമുക്കാണ്. ഇനി അടുത്തത് നമുക്കൊരു 3 മാസം കഴിഞ്ഞ് മാത്രം ചെയ്താൽ മതിയാവും. അതുപോലെ ഇതിനും ഒരു പ്ലാവിനൊക്കെ ആകുമ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ് നമ്മളൊന്നും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ തെങ്ങിന് ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവും.